ജോഷുവ 1:7 മുതലുള്ള തിരുവചനം വായിച്ചു. എൻ്റെ ദാസനായ മോശ നൽകിയിട്ടുള്ള എല്ലാ നിയമങ്ങളും അനുസരിക്കുകയും ശക്തനും ധീരനുമായിരിക്കും ചെയ്യുക. അടുത്തത്, അവയിൽ നിന്നും ഇടം വലം നീ വ്യതിചലിക്കരുത്. പ്രത്യേകം ഓർത്തോണം, വേറെ എന്ത് കാര്യത്തിൽ നിന്ന് വ്യതിചലിച്ചാലും വചനത്തിൽ നിന്ന് നീ വ്യതിചലിക്കരുത്. അവയിൽ നിന്നും ഇടം വലം നീ വ്യതിചലിക്കരുത്. വായിച്ചോ? കേട്ടോ? അപ്പോഴെന്ത് ചെയ്യും? നിന്റെ ഉദ്യമങ്ങളിലെല്ലാം നീ വിജയം വരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കണം. നീ ബിസിനസ് നടത്തിക്കോ, ഒരു കുഴപ്പമില്ല. വചനത്തിന് നീ ഇടം വലം വ്യതിചലിക്കരുത്. നിങ്ങൾ ഈ പുസ്തകം എടുത്തേ, വേറെ ഒരു പുസ്തകം വായിക്കണ്ട. ഞാൻ ഒരിക്കല് ഈ ഖുറാന്റെ മലയാള പരിഭാഷ വായിക്കുക, തെറ്റൊന്നുമല്ല. അപ്പൊ എന്നോട് ആർക്കും അറിയില്ല, ഒരു ചേച്ചി, ലിസമ്മ ചേച്ചി, ധ്യാനകേന്ദ്രത്തിൽ ചെന്നപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് ചോദിച്ചു, ബ്രദർ എന്ത് പുസ്തകമാണ് വായിക്കുന്നത്? ആരും അറിഞ്ഞിട്ടില്ല, ചേച്ചി അറിഞ്ഞിട്ടില്ല. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, വേറെ ഒന്നിനുമല്ല, ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ നമുക്ക് കോട്ട് ചെയ്യാലോ എന്നൊക്കെ ഓർത്തു. അപ്പം ചേച്ചി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എല്ലാം നല്ല ബുക്കുകളൊക്കെയാണ്, പക്ഷെ സുനിൽ ഒരിക്കലും വചനം വിട്ടൊന്നും വായിക്കുക, എല്ലാം ഈ വചനത്തിലുണ്ട്. ഉണ്ടോ? അതാണ് ഇടം വലം നീ വ്യതിചലിക്കരുത്. പ്രത്യേകം ഓർത്തോണം, നിങ്ങൾ ആരെന്തു പറഞ്ഞാലും വ്യതിചലിക്കരുത്. കർത്താവ് വചനം എന്തു പറയുന്നു? ഇടം വലം നീ വ്യതിചലിക്കും. നിന്റെ ഉദ്യമങ്ങളിലെല്ലാം നീ വിജയം വരിക്കും. ഞാൻ രാമപുരത്ത് തന്നെ ഒരു ബേക്കറി, ചെറിയ ബേക്കറി, ഞാനവിടെ ചെന്ന് ചായ കുടിച്ചിട്ട് ഇറങ്ങിയപ്പം എന്നോട് ആ പയ്യൻ പറഞ്ഞു, ബ്രദറല്ലേ, ധ്യാനിപ്പിക്കുന്ന ബ്രദറല്ലേ? അതെ, ഞാൻ ബ്രദറിൻ്റെ ടോക്ക് കേട്ടിട്ടുണ്ട്. അവൻ പറഞ്ഞു, ബ്രദറെ ഒരു രക്ഷയില്ല. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, നിൻ്റെ കടയിൽ വീഡിയോസ് കിട്ടും ഉണ്ടാകാൻ പാടില്ല, അതൊക്കെ എടുത്ത് മാറ്റാൻ പറഞ്ഞു. എന്നിട്ടോ നീ സന്തോഷത്തോടെ ഈശോയെ സ്തുതിച്ചുകൊണ്ട് നീ ചായ എടുത്ത് കൊടുക്കാൻ പറഞ്ഞു. ഒരു മാസം കഴിഞ്ഞ് വന്നപ്പോൾ അവൻ പറഞ്ഞു, ബ്രദറെ ലാഭത്തിലായി എന്ന് പറഞ്ഞു. ഉണ്ടോ? ലാഭത്തിലായി. പിന്നീട് ചെല്ലുമ്പോൾ അവൻ 2 ജോലിക്കാരെ വെച്ചേക്കുക. പിന്നെ ചെന്നാൽ ഞാൻ പറഞ്ഞു, അവിടെ 4 മണിക്ക് വിശുദ്ധ കുർബാന ഉണ്ട്, എല്ലാ ദിവസവും നീ കുർബാനയ്ക്ക് പോകണമെന്ന് പറഞ്ഞു. രണ്ടാമത് ഞാൻ അവനോട് പറഞ്ഞു, കർത്താവ് തരുന്നതിൻ്റെ ദശാംശം എടുത്ത് മാറ്റി വെക്കാൻ പറഞ്ഞു. ചുരുക്കി പറയട്ടെ, കർത്താവ് ഇടപെട്ട് അവൻ ആ ദശാംശമൊക്കെ മാറ്റി വെക്കാൻ തുടങ്ങിയപ്പോഴേ എന്താ സംഭവിച്ചെന്നറിയോ? എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോയി. കർത്താവിൻ്റെ വചനം അവൻ അനുസരിക്കാൻ തുടങ്ങി. ബൈബിൾ അവിടെ വചനം എടുത്ത് വെക്കാൻ തുടങ്ങി. ഭയങ്കര കൃപ, ആളുകളെല്ലാം വന്ന് കയറാൻ തുടങ്ങി. ഉണ്ടോ? കഴിഞ്ഞ നാളിൽ അവൻ്റെ ഭാര്യയ്ക്ക് ഇവിടെ UK ജോലി കിട്ടി. അപ്പോൾ അവർ ഫാമിലിയായിട്ട് UK ഒരു പെട്ടിക്കട നടത്തിക്കൊണ്ടിരുന്നവനാണ്. ഉണ്ടോ? പെട്ടിക്കടയല്ല, ചെറിയ ബേക്കറി. ഇത് നമ്മൾ ഈ വചനം അനുസരിച്ച് പിന്നീട് ഞാൻ പറഞ്ഞു കൊടുക്കും, അവനെല്ലാം ഇരുന്ന് കേൾക്കും. ഓരോ വചനങ്ങളും അതാണ് വ്യക്തമായിട്ട് പ്രത്യേകം ഓർക്കണം. ഇടം വലം നീ വ്യതിചലിക്കരുത്. എല്ലാം ചില പറയും കൃഷി അനുഗ്രഹിക്കുന്നില്ല ബ്രദറെ, എന്ത് ചെയ്താലും നഷ്ടമാണ്. കൃഷിയൊന്നും നഷ്ടമല്ല. എന്താ കാരണം? ഞാൻ 40 തടം പയറിട്ടിട്ട് 240 കിലോ പച്ചപ്പയർ പറിച്ചു. 240 കിലോ പയർ പറിച്ചു. 40 തടം പയർ ഞാൻ ചുമ്മാ ഇട്ടത്. അപ്പോൾ ആളുകൾ പറയാൻ തുടങ്ങി, അതാ ബ്രദർ നട്ടുകൊണ്ടാണ്. അതൊന്നുമല്ല. എന്താണ് കറക്റ്റ് എത്ര കിട്ടി? 10-1 എടുത്ത് മാറ്റി വെക്കും. എപ്പോൾ കിട്ടിയാലും അതെ. ചോദിക്കട്ടെ, നിങ്ങളുടെ ബിസിനസ് നിങ്ങൾ എന്ത് ചെയ്യുന്നു? അതിനകത്തുനിന്ന് എടുത്ത് എവിടെയാണ് പറയുന്നത്? നിയമാവർത്തന പുസ്തകം എടുത്ത് ലേവ്യര് 19:1 വായിച്ചു. ലേവ്യര് 19:9 നിങ്ങൾ ധാന്യം കൊയ്യുമ്പോൾ വയലിന്റെ അതിർത്തി തീർത്ത് കൊയ്തെടുക്കരുത്. പ്രത്യേകം ശ്രദ്ധിച്ചോണം. ധാന്യം കൊയ്യുമ്പോൾ ഇവിടെ ഇപ്പം പിന്നെ കൊയ്ത്തില്ലല്ലോ, ഇപ്പം റബ്ബറും ഉള്ളൂ. അപ്പം റബ്ബർ വെട്ടുമ്പോൾ അതിരയിലെ ആ മരത്തേലെ ഷീറ്റ് ഉണ്ടല്ലോ, അത് നിങ്ങൾ എടുക്കാൻ പാടില്ല. ജാതിക്ക പറിക്കുമ്പോൾ അതിരയിലെ ജാതിക്ക എടുക്കരുത്. ഉണ്ടോ? വായിച്ചോ? ധാന്യം കൊയ്യുമ്പോൾ നിങ്ങൾ അതിർത്തി തീർത്ത് കൊയ്തെടുക്കരുത്. അടുത്തത്, കൊയ്ത്തിന് ശേഷം കാല പെറുക്കരുത്. ഞങ്ങൾക്ക് ഈ ഹൈ റേഞ്ചിൽ കുരുമുളക് പറിക്കും. അപ്പൊ പറിക്കുമ്പോൾ വീഴും. അത് പെറുക്കിയെടുക്കാൻ പാടില്ല. അതാർക്കുള്ളതാണ്? അത് പാപങ്ങൾക്കും പരദേശികൾക്കും. ഉണ്ടോ? കഴിഞ്ഞ ദിവസം മോടെ കല്യാണമാണ്. അപ്പം വീട് എല്ലാം റിപ്പയർ ചെയ്യുവാണ്. അപ്പം 2 തമിഴർ ആരോ പറഞ്ഞു അവിടെ ചെന്നാൽ ആക്രി കിട്ടും. അതുങ്ങൾ വന്നപ്പം തലയാഴ്ച ഒരുത്തം വന്ന് കൊണ്ടുപോയായിരുന്നു. ദൈവകൃപ അമ്മയും ഭാര്യയും വീട്ടിലില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് കയറി വരാൻ. എന്നിട്ടോ അമ്മ ഈ പത്രവും ചിരട്ടയും വെച്ചേക്കുമായിരുന്നു വില കൂടുമ്പോൾ കൊടുക്കാൻ. ഞാൻ പറഞ്ഞു അതെടുത്തോളാൻ പറഞ്ഞു. ഒരു ചാക്ക് ചിരട്ട പത്രം. അപ്പോൾ അവിടെ ഒരു പഴയ വീൽ ചെയർ അപ്പൻ്റെയാണ്, അപ്പം മരിച്ചുപോയി. എന്നോട് അതെടുത്തോട്ടെ. ഞാൻ പറഞ്ഞു എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ 2 ക്യാൻ, ഒന്നിന് മണ്ണെണ്ണ. അയാൾ പറഞ്ഞു എനിക്ക് വിളക്കിൽ ഒഴിക്കാൻ എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ അയാളോട് ഞാൻ ഓട്ടോ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞു.
ഞാൻ പറഞ്ഞു പെട്ടെന്ന് മാക്സിമം കയറ്റാൻ പറ്റുന്ന കയറ്റത്, കാരണം അവർ പള്ളി കഴിഞ്ഞ് വന്നാൽ. നിങ്ങളോട് ഞാൻ പറയട്ടെ, തമ്പുരാൻ്റെ ഇവിടെ നിന്നുകൊണ്ടല്ലേ ഞാൻ പറയുന്നത്, ഒരു വണ്ടി നിറച്ചു. അപ്പോഴാ 3 കുക്കർ ഇരിക്കുന്നു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു വീട്ടിൽ കുക്കർ ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എടുക്കാൻ പറഞ്ഞു. എല്ലാം കയറ്റി കഴിഞ്ഞപ്പം അവിടെ പെയിന്റ് അടിക്കുന്ന ഹിന്ദുക്കളുണ്ട്, 3-4 ഹൈന്ദവരാണ് പെയിന്റ് അടിക്കുന്നത്. അവരിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്തും ഒരു തമിഴൻ ചോദിച്ചു, സാറേ ഇത് എങ്ങനെയാണ് കൂട്ടേണ്ടത്? ഞാൻ പറഞ്ഞു കൂട്ടാനും കുറയ്ക്കാനും ഇല്ല, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് കൊണ്ടുപോയി തന്നാൽ മതി. സത്യമാണ്. പെട്ടെന്ന് അവന് 500 എടുത്തു കേട്ടോ, ഇത് ഞങ്ങളുടെ വിഷമം കൊണ്ടായിരിക്കും. ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട. പെട്ടെന്ന് അവർ പോയി ഭാര്യ വന്നപ്പം അവൾക്കറിയാം കുക്കർ കറക്റ്റ് എത്രയുണ്ടെന്ന്. കുറേ കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഒരു കുക്കർ കാണാനില്ലോ എന്ന് പറഞ്ഞു. ഇച്ചിരി കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ചിരട്ടയും വീൽ ചെയറും കാണാനില്ല. എത്ര നാളായിട്ടിരിക്കുന്നതെന്നറിയുമോ? ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതൊക്കെ എടുത്ത് അത് കൊടുക്ക്. നമ്മൾ അവർക്ക് അതിനുപോലും പകുതി വിലയിടും. എന്നിട്ട് ഈ കൊന്ത ചൊല്ലിയാൽ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തുമാത്രം സാധനങ്ങളാണ് അലമാരിക്കകത്തിരിക്കുന്നത്. ഞാൻ പറയട്ടെ, നമുക്ക് ആവശ്യമുള്ളത് മാത്രം. ഇത് വചനം പറയുന്നതാണ്. കാല പെറുക്കരുത്. വീണ് കിടക്കുന്ന നിങ്ങൾക്കുള്ളതല്ല, പാപങ്ങൾക്കും പരദേശികൾക്കുള്ളതാണ്. എന്നിട്ട് വായിച്ച് കൊയ്ത്തിന് ശേഷം കാല പെറുക്കരുത്. അത് പാപങ്ങൾക്കും. ഞാൻ നിങ്ങളോട് പറയട്ടെ, വീട് വെക്കുമ്പോൾ നിങ്ങളുടെ പഴയ വീട് ആരോടെങ്കിലും പറഞ്ഞാൽ അത് കൊണ്ടുപോക്കൂ. നിങ്ങൾക്കറിയണോ, 18 വർഷം വാടക വീട്ടിൽ കിടക്കുമ്പം ഞാനൊരു ദിവസം എന്നോട് ആവശ്യം വന്നിച്ച് പറഞ്ഞു വീട് മാറി തരണം. ഞാൻ ചോദിച്ചു വാടക കൂട്ടി തന്നാൽ മതിയോ? പോരാ. അയാൾക്ക് 2 വീടുണ്ട്, വലിയ വീട്. ഇയാളുടെ തറവാട് വീടാണ്. അത് ഒരാവശ്യമില്ല, പൊളിച്ചു കളയാനാണ്. ഞാൻ ആ മനുഷ്യൻ്റെ കൈ ഊപ്പിട്ട് ഞാൻ ചോദിച്ചു, സഹോദരാ ഞാൻ വാടക കൂട്ടിത്തരാം. അയാൾ എന്നെ ഇറക്കി വിട്ടു. അന്നൊക്കെ ഞാൻ കിടന്ന വീട് വേറൊരു വീട് 110 വർഷം പഴക്കമുള്ള വീടാണ്. ആ മനുഷ്യൻ അയാൾക്ക് റിസോർട്ടുണ്ട്, കോടികൾ ആസ്തിയുള്ള ആൾ. എല്ലാ ദിവസം പള്ളിയിൽ പോകുന്ന ആളാണ്. അയാൾ കറക്റ്റ് 30-ാം തീയതി വരും 2000 രൂപ അതിൽ നിന്ന് മേടിക്കാൻ. അന്നൊക്കെ ഞാൻ ഓർത്തിട്ടുണ്ട്, കയറിക്കിടക്കാൻ ഇവരൊക്കെ ബലിയർപ്പിക്കുന്നവരും ബലിയർപ്പകരും ഒക്കെയാണ് പ്രിയപ്പെട്ടവരെ. എങ്ങനെ സാധിക്കും? അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, അന്ത്യം ഉറങ്ങാൻ ഞാൻ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നറിയോ, എനിക്കൊരു വീട് ഉണ്ട്. 3-4 പേരുടെ കരുണയാണ്. പറ്റുമ്പോൾ ഞാൻ എൻ്റെ മേളിലൊരു നില പണിയും. എന്നിട്ട് ഞാൻ ആരോടെങ്കിലും വന്ന് താമസിക്കാൻ പറയും. കയറിക്കിടക്കാൻ ഇട കൊടുക്ക് സഹോദരാ, കൊടുക്ക്. നമ്മുടെയൊക്കെ മുറികൾ എത്രയാ, സത്യമല്ലേ? എൻ്റെ ഒരു മുറിയിൽ 24 വർഷം ഒരു പെണ്ണുണ്ടായിരുന്നു, റോസമ്മ. ആരോരും ഇല്ലാത്തതാ, മാനസികരോഗിയായിരുന്നു, കെട്ടിയിട്ടിരുന്ന. എൻ്റെ അമ്മ പോയി അഴിച്ചുകൊണ്ട് വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് സുഖപ്പെടുത്തി. 24 വർഷം അവളുണ്ടായിരുന്നു ഒരു മുറിയിൽ. വേറൊരു മുറിയിൽ വേറൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. എത്ര വർഷം ഉണ്ടായിരുന്നറിയോ? ഇത് അവസാനം ബെഡിൽ തന്നെ യൂറിനും മോഷൻ പോകും. അപ്പം അമ്മ പറഞ്ഞു എവിടെയെങ്കിലും കൊണ്ടേ ആക്കാന്ന്. ഒരു ദിവസം വൈകിട്ട് ഞാൻ സുവിശേഷം പ്രസംഗിച്ചിട്ട് വന്നപ്പോൾ അവൾ കരയുന്നു. ഒരിക്കലും അത് കരഞ്ഞിട്ടില്ല. ഞാൻ ചോദിച്ചു നിനക്ക് ഒത്തിരി വിഷമമുണ്ടോ? അതിൻ്റെ കരൾ ദ്രവിച്ചു പോയി, മരിച്ചു എന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. പെട്ടെന്ന് അവൾ കൈ കൂപ്പിട്ട് എന്നോട് ചോദിച്ചു, എന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുവോ? ഞാൻ പറഞ്ഞില്ല റോസമ്മ, ഇല്ല. പെട്ടെന്ന് അവൾ എന്നോട് പറഞ്ഞു, അമ്മ പറഞ്ഞു എന്നെ എവിടെയെങ്കിലും കൊണ്ടേ ആക്കുമെന്ന് സുനിച്ചേച്ചു എൻ്റെ ഭാര്യയോട് പറയുന്ന അവൾ കേട്ടു. അവൾ കൈ കൂപ്പിട്ട് എന്നോട് പറഞ്ഞു, സുനിച്ചേട്ടന് വീടുണ്ടാകാൻ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. സത്യമാണ്. കാരണം അതിൽ കിടന്നുറങ്ങാൻ ചെറിയൊരു മാത്രമേ ഉള്ളൂ. നിലത്താണത് കിടന്നുറങ്ങുന്നത്. ഈ ഭൂമിയിൽ അവൾക്ക് ആരുമില്ല. എന്നിട്ട് അവൾ എന്നോട് പറഞ്ഞു, എന്നെ പറഞ്ഞു വിടരുത്. അതിനാണ് കരയുന്നത്. എൻ്റെ വീടിന് 4 മുറിയാണ്, അതിലൊരു മുറി പെണ്ണിനാണ്. സത്യമാണ് സഹോദരി, സത്യമാണ്. എന്ന് 4 മുറിയിൽ 3 മുറിയും വിജനമാണ്. ഞാൻ ആ വീട്ടിൽ കയറുമ്പം ഭ്രാന്ത് പിടിക്കും. സത്യമാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊരു അപേക്ഷയുണ്ട്, കാലാപെറുക്കരുത്. പാപങ്ങളുണ്ട്, പരദേശികളുണ്ട്, സത്യമല്ലേ? നമ്മളൊക്കെ മതിലും പണിത് ഗേറ്റും വെച്ച്. അതുകൊണ്ട് എന്തു പറ്റി? ഇന്ന് സുവിശേഷകർ ഇതൊക്കെ വിളിച്ച് കാറുകയാണ്. ദൈവം അനുഗ്രഹിക്കുന്നു. അങ്ങനത്തെ ദൈവമല്ല നമ്മുടെ ദൈവം. പാപങ്ങളുടെയും പരദേശികളുടെയും
അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നിങ്ങൾ വിവാഹമൊക്കെ നടത്തുമ്പോൾ നിങ്ങൾ എടുത്തു കൊടുക്ക്. ജീവിതത്തിൽ എന്തുമാത്രം കെട്ടിക്കിടക്കും, നാറും. കത്തോലിക്കൻ തകർന്നുകൊണ്ടിരിക്കുകയല്ലേ, കടകളെല്ലാം പൂട്ടിക്കൊണ്ടിരിക്കുന്നു. വരാൻ പോകുന്ന ഭവിഷ്യത്ത് ചെറുതല്ല. കാരണം വചനത്തിൽ നിന്നും മനുഷ്യൻ വ്യതിചലിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഭക്ഷണം 1 കിലോ ഇറച്ചി മേടിക്കുമ്പം 1/2 കിലോ വാങ്ങി കൊടുക്ക്. കഴിഞ്ഞ ദിവസം ഓട്ടോറിക്ഷയിൽ പോവുകയാണ്. അപ്പോൾ അവൻ ഓട്ടോ ഓടിക്കുന്നു പറഞ്ഞു, ബ്രദറെ എൻ്റെ കൈക്ക് വേദനയാണ്, ഞാൻ ചെന്ന് പറ്റി. അവൻ അപ്പനെ വീശും രാത്രിയിലിരുന്ന്. പകൽ പെങ്ങൾ വീശി കൊടുക്കും, പാള ചെത്തിയിട്ട് വീശി കൊടുക്കും അപ്പൻ. രാത്രി മുഴുവൻ ഇരുന്ന് വീശുന്നതാണ് ബ്രദറെ, കൈക്ക് വേദനയാണ്. ഞാൻ പറഞ്ഞൊരു ഫാൻ. അപ്പോൾ അവൻ എന്നോട് പറയുക, അതിന് നിവൃത്തിയില്ല. നമ്മൾ തൊടുപുഴയ്ക്ക് വണ്ടി വിടാൻ പറഞ്ഞു. തൊടുപുഴ ചെന്നിട്ട് ഞാൻ ആ മനുഷ്യനോട് സേവറേറ്റ്, ഞാൻ അയാൾക്ക് വലിയ കടയാണ്, കരിസ്മാറ്റിക്കാനാണ്. ഞാൻ പറഞ്ഞു എനിക്കൊരു ഫാൻ കടം തരണം. അയാൾ 3500 ഫാൻ എടുത്തു തന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ചെന്ന് വീട്ടിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ച അതിഭയാനകമാണ്. അപ്പനൊരു മുറിയിൽ, അമ്മ ഒരു മുറിയിൽ. ഈ ഓട്ടോ ഓടിച്ചാണ് ജീവിക്കുന്നത്. അപ്പനെ എടുത്ത് കൊണ്ടുപോയി കക്കൂസി ആക്കിയിട്ട് 10 മണിയാവും ഓട്ടോയ്ക്കും. അവനോട് അവൻ്റെ കഥകൾ പറയുക. അന്നു മുതൽ ഞാൻ 1 കിലോ ഇറച്ചി മേടിക്കുമ്പോൾ 1/2 കിലോ അവന് മേടിക്കും. എല്ലാ ദിവസവും ഇറച്ചി, എല്ലാ ദിവസവും അല്ല, ആഴ്ചയിലൊന്ന് മീൻ എല്ലാം മേടിച്ചു കൊടുക്കും അപ്പനും കൊണ്ട് കൊടുക്കാൻ. മരിക്കാൻ കിടന്ന അപ്പൻ എഴുന്നേറ്റിരുന്നു. അയാൾ നടക്കാൻ തുടങ്ങി. 2 വർഷം പൊന്നുപോലെ. ഞാൻ പോയി പ്രസംഗിക്കും, കൊണ്ടുപോയി അവന് കൊടുക്കും. അവൻ അപ്പനെ പൊന്നുപോലെ നോക്കി. അപ്പം മരിച്ച്. ഞാൻ ചെന്നപ്പോൾ അവൻ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എൻ്റെ അപ്പം നല്ല ഭക്ഷണം കഴിച്ച ബ്രദറെ മരിച്ചത്. സത്യമാണ്. പാപങ്ങളും പരദേശികളും ഇത് ഞാൻ പറയുന്നതല്ല, ഈ വചനം പറയുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ വചനം ജീവിച്ചേ. അപ്പോഴോ നിങ്ങൾ എന്തു പ്രവൃത്തി ചെയ്യുമ്പോഴും അവിടെ ദൈവത്തിന്റെ കയ്യൊപ്പുണ്ടാകും. ഇല്ലെങ്കിലോ കുറെ കരുണക്കൊന്തയും ചൊല്ലി, കുറെ പ്രാർത്ഥനയും ചൊല്ലി, നിലവിളിയുമായിട്ട് നമ്മൾ നടക്കും. അവസാനം കടന്നു പോകുമ്പോൾ ഈശോ പറയും, ഞാൻ നിങ്ങളെ അറിയില്ല. യോശുവ 1:8, ശക്തനും ധീരനുമായിരിക്കുക, ഭയപ്പെടരുത് നീ, കാരണം നിനക്ക് വേണ്ടി കർത്താവ് യുദ്ധം ചെയ്യും.